When Mahatma Gandhi ji used to talk about freedom, he used to talk about the freedom of each and every Indian. മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ രാജ്യത്തുള്ള ഓരോ മനുഷ്യന്റെയും ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. A strong, vibrant and effective panchayat system is his dream. ഒരു വലിയ കരുത്തുള്ള വളരെ ഡൈനാമിക്കായ ഒരു പഞ്ചായത്ത് സംവിധാനം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളായിരുന്നു. It was a dream that my martyred father Rajiv Gandhi attempted to fulfill when he had the Panchayati Raj Act passed during his tenure. എന്റെ അമ്മൂമ്മയും അതുപോലെ തന്നെ പിതാവിന്റെയും സ്വപ്നം കൂടിയായിരുന്നു. അദ്ദേഹം 1970 നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനം പാസ്സാക്കിയപ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കുക കൂടിയായിരുന്നു. And here in Kerala, our panchayats are an example to the whole of India. ഇവിടെ കേരളത്തിൽ നമ്മുടെ പഞ്ചായത്തുകൾ ഈ രാജ്യത്തിന് തന്നെ മാതൃകയായ പഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത്. Your own panchayat has achieved so much. നിങ്ങളുടെ തന്നെ പഞ്ചായത്ത് എത്രയോ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു. And my congratulations to both Pradeep Master ji and Ahmed Kutti ji for all the good work that they have done. ഞാൻ പ്രദീപ് മാസ്റ്ററോടും അഹമ്മദ് കുട്ടിയോടും എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇത്രമാത്രം വലിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തതിന്. You have been declared as a zero waste panchayat. This is a big achievement in today's date. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു നേട്ടമാണ് സീറോ വേസ്റ്റ് പഞ്ചായത്ത് എന്നുള്ള നേട്ടം നമ്മൾ കൈവരിച്ചിരിക്കുന്നത്. And I know my sisters sitting here have a big contribution towards this. എനിക്കറിയാം. So I congratulate all of you for the good work that you do. എനിക്കറിയാം നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ഹരിതകർമ്മസേനയുടെ സഹോദരിമാർ അവരുടെ വലിയ ഒരു പ്രയത്നം ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായി അവരെ ആശംസിക്കുകയാണ്. And just like our great martyrs, when you strengthen the panchayat, when you do good and honest work, you also strengthen democracy, you also strengthen India. അതുകൊണ്ട് നമ്മുടെ രക്തസാക്ഷികളെ പോലെ തന്നെ ഈ പഞ്ചായത്തിന് വേണ്ടി ഏറ്റവും കാമ്പുള്ള പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ അത് പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത്. I would also like to thank the Kuniyaraman Nair Foundation Charitable Trust for donating the land for this memorial. ഈ സ്മൃതി മണ്ഡപത്തിന് വേണ്ടി ഭൂമി വിട്ടു നൽകിയ കുഞ്ഞിരാമൻ നായർ മെമ്മോറിയൽ ഫൗണ്ടേഷനെയും ഞാൻ അഭിനന്ദിക്കുന്നു. And my compliments and best wishes to all of you once more for the wonderful work you are doing. I hope you continue to do this work and you never forget those who have laid their lives down to give you your freedom, to give us our freedom.